എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇച്ചിഗോൺ ടീം അവരാണെങ്കിൽ ഇപ്പോൾ മോഡ് ഇച്ചിഗോയെയും റാഞ്ചിയെയും അവരെ രണ്ടുപേരെയും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അങ്ങനെ ഷോക്കാവും. ഹെയ്റോ ആണെങ്കിൽ അടിച്ചു പറയും, ഒരു കാരണവശാലും ഉറഹറ ആളറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ഉറഹറ എവിടെ പോയി, ഇവിടെ എന്താ സംഭവിക്കണേന്ന് ചോദിക്കുന്ന അതേസമയം അടുത്ത നിമിഷം ആ ടൈം പീസ് പെണ്ണും അവളുടെ അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവിടേക്ക് വരും. ആ ടൈം പീസ് പെണ്ണാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, ഗെയിം തുടങ്ങാൻ അതിന് സമയമായി, ഇനി ഒട്ടും നിങ്ങൾ താമസിക്കാനായിട്ട് പാടില്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനെ എല്ലാവരെയും നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. മാത്രമല്ല നിങ്ങളിൽ ഒരാള് ഫേക്കാണ്. സോ എത്രയും വേഗം ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കൂട്ടി അവരുടെ ക്ലാസ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അവർ പരസ്പരം നോക്കും, അവരിൽ ആരാണ് ഫേക്കെന്ന് അവർക്കറിയില്ല. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും പരസ്പരം നോക്കും. ഉടനെ ഇച്ചിഗോയ്ക്ക് പിടികിട്ടും, അവരുടെ കൂടെയുള്ള മുടിയൻ അവൻ റിയൽ അല്ല. കാരണം മുടിയനാണെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർ അവനെ തിരിച്ചറിയേണ്ട അതേസമയം അവൻ അവിടെ നിന്ന് ഇൻവിസിബിളായി കടന്നു പോകും. ആ ടൈം പീസ് പെണ്ണാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഗെയിമിന്റെ അടുത്ത ലെവല് അത് തുടങ്ങാൻ പോവാണ്. അതൊരു അല്പം സ്ട്രേഞ്ച് ആണ്, അല്പം ഡേഞ്ചർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഗെയിം കളിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ഭാഗത്തിരിക്കുകയാണ്. മുടിയൻ അവൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, അവൻ എവിടേക്ക് പോയിട്ടുണ്ടാവും. ഒർഹിബയാണെങ്കിൽ അവളുടെ എക്സ്പീരിയൻസ് പറയാണ്, എന്നെ കടത്തിക്കൊണ്ട് പോയതിനു ശേഷം ഏതോ ഒരു ബ്രിഡ്ജിലൂടെ എന്നെ കൊണ്ടുപോയി. വളരെ ഇരുട്ടായിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് എന്നെ അവർ ഇൻവിസിബിൾ ആക്കി. അത് കേൾക്കുമ്പോൾ കണ്ണാടിപ്പയ്യനൊരു സംശയം തോന്നും. സ്പേസ് പവർ അത് ആ വില്ലന്മാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷെ ആ ഒരു പവർ അത് ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ആൾക്കാരെ ഡിഫറെന്റ് ഡയമെൻഷനിലേക്ക് അവർ കൊണ്ടുപോകുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സോൾ സൊസൈറ്റി കാണിക്കും. ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ തോഷിറോയ്ക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും. ക്യാപ്റ്റൻ ഉക്കിത്താക്കി ആള് ഹ്യൂമൻ വേൾഡിലേക്ക് പോകാനുള്ള ഒരുപാട് വേസ് അത് മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ റൂട്ട് മുഴുവൻ ബ്ലോക്ക് ചെയ്യുന്നതിന് മുൻപ് ക്യാപ്റ്റൻ സൈഫോൺ ആളാണെങ്കിൽ അതിലൂടെ ഹ്യൂമൻ വേൾഡിലേക്ക് പോയിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും നമ്മുടെ ഹീറോ ആൻഡ് ടീമിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ലെറ്റർ കിട്ടും. ആ ഗേറ്റ് അത് എത്രയും പെട്ടെന്ന് തകർക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. അത് മനസ്സിലാക്കി ആ ഗേറ്റുള്ള ലൊക്കേഷനിലേക്ക് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കടന്നു വരും. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് ആ ഒരു വലിയ ഈവിൾ ഗേറ്റ്. അവരാണെങ്കിൽ ആ ഗേറ്റിന്റെ മുൻപിൽ വന്ന് നിൽക്കും. അത് എത്രയും വേഗം തകർത്തിട്ടില്ല എങ്കിൽ ലോകം മുഴുവൻ അതില്ലാതാക്കും എന്നായിരിക്കും അവർക്ക് കിട്ടിയ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവുക. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് കാറ്റ് ലേഡിയും സൈഫോണും അവർ രണ്ടുപേരും ഒരു പ്രത്യേക സ്ഥലത്ത് എന്തോ അന്വേഷിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു പ്രത്യേകതരം മാർക്കോട് കൂടെ ഒരു ഡ്രസ്സ് അവർക്ക് കിട്ടുക. അവരാണെങ്കിൽ ആ ഡ്രസ്സ് കണ്ടൊന്ന് ഷോക്കാവും. ആ ഡ്രസ്സ് മുഴുവൻ നോക്കും. ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും വേഗം അവർ ആക്റ്റീവ് ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മറ്റൊരു ഭാഗത്ത് സൈഫോൺ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു മാർക്കിൽ നിന്ന് ചില സാമ്പിൾസ് ഒക്കെ എടുത്ത് അങ്ങനെ കളക്ട് ചെയ്യും. അതിനുശേഷം അത് സോൾ സൊസൈറ്റിയിലുള്ള റിസർച്ച് ലാബിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. റിസർച്ചിന് ശേഷമാണ് അവർ മനസ്സിലാക്കുക സോൾ സൊസൈറ്റിയിലുള്ള റിപ്പോർട്ട്സായിട്ട് റിലേറ്റ് ചെയ്ത ഒന്നും തന്നെ അവർക്കതിൽ കണ്ടെത്താനായിട്ട് കഴിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് യൂസുവിനെയും കാറ്റ്ലേഡിയെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോൾ ആ ഒരു ടീഷർട്ടും സാമ്പിളും ഒക്കെ ഫോളോ ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ ദൂരത്തായിട്ടൊരു ലേഡി അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസറിനെ സെഡ്യൂസ് ചെയ്ത് അവനെ നൈസായിട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് അവർ കാണും. അവരിത് കാണേണ്ട താമസം നമ്മുടെ കാറ്റ് ലേഡി അവൾ ചാടി വന്ന് ആ ലേഡിയെ അടിച്ച് താഴെയിടും. ആ ലേഡി ആണെങ്കിൽ കാറ്റ് ലേഡിയെ കാണേണ്ട താമസം അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അവർ പിന്നാലെ ഓടുമെങ്കിലും അവളെ കണ്ടെത്താനാവില്ല. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹീറോയെ കാണിക്കും. അവരാണെങ്കിൽ ആ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെയാണെങ്കിൽ അൺയൂഷ്വൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. ഇച്ചിഗോയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായിട്ട് കൺട്രോൾ നഷ്ടപ്പെട്ട് ആ ഗേറ്റിന്റെ അകത്തേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിഗോയ്ക്കാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവൻ അവന്റെ സമ്പത്തു കയ്യിലെടുത്ത് അങ്ങനെ ആഞ്ഞു വീശും. പക്ഷെ അവന്റെ കൺട്രോളും പോയി. അവൻ ആ ഗേറ്റിന്റെ ഭാഗത്തേക്ക് അങ്ങനെ തെറിച്ചു പോവാണ്. ഹീറോ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ഹീറോയും അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സും എല്ലാവരും ആ പോർട്ടലിലൂടെ അകത്തേക്ക് പോവാണ്. അവരാണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് മലകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഹിൽ ഏരിയയിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇച്ചിഗോ ആണെങ്കിൽ നിലവിളിക്കും, ഉറഹറ നീ മറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. എനിക്കറിയാം എൻ്റെ മോഡ് സോളിനെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്.
അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ഒളിച്ചുകളി അത് അവസാനിപ്പിച്ച് നീ പുറത്തേക്ക് വന്നേ പറ്റൂ. അത് കേൾക്കേണ്ട താമസം ഉറഹറ അവന്റെ ടീമുമായിട്ട് പുറത്തേക്ക് വരികയാണ്. ഉറഹറയുടെ കൂടെ ആ കിഡ്നാപ്പിംഗ് ടീമിനെ കണ്ട നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ വണ്ടടിച്ച് അവരെ തന്നെ നോക്കി നിൽക്കും. ഉറഹറയാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിക്കും. നിങ്ങൾ എല്ലാവരും പേടിച്ചു പോയല്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഇവരെല്ലാവരും എൻ്റെ ടീംമേറ്റ്സ് ആണ്. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുക്കിയ ഒരു ചെറിയ ട്രെയിനിങ് അതുമാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങളുടെ ടീം വർക്ക്, ബോണ്ട് ഇതെല്ലാം തന്നെ തിരിച്ചറിയാനാണ് ഇങ്ങനെ ഒരു ഗെയിം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഫ്രണ്ട്സാണ്. ഇച്ചിഗോ ആൻഡ് ടീം, ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോവേണ്ടതായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബോണ്ടിങ്ങും പരസ്പരമുള്ള സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരണം. അതല്ല എങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ട്രെയിനിങ്ങുകൾ ഞാനും എൻ്റെ ടീമും ചേർന്ന് സർപ്രൈസായി നിങ്ങൾക്ക് തന്നത്. അതുമാത്രമല്ല, ഈ ഹ്യൂമൻ വേൾഡിൽ നിന്റെ ബാങ്കായി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അത് സോൾ സൊസൈറ്റിയിലാണ് അതിൻ്റെ ഫുൾ പവറിൽ വർക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ അതിലും വലിയ പ്രശ്നം സോൾ സൊസൈറ്റിയിലുള്ള വലിയ ഒഫീഷ്യൽസ് അവരാണെങ്കിൽ ഹ്യൂമൻ വേൾഡും സോൾ സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു പാത്ത്, ആ ഒരു വേ, ആ ഒരു ഡോറ് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സോ ഇനി അത്ര എളുപ്പത്തിൽ അത് ക്രോസ് ചെയ്ത് അവിടേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, ചില വാമ്പയർ അറ്റാക്സ് അതിപ്പോൾ നമ്മുടെ ഹ്യൂമൻ വേൾഡിലും സോൾ സൊസൈറ്റിയിലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്തോ ഒരു നെഗറ്റീവ് പവർ അത് ഇവിടെ മുഴുവൻ അങ്ങനെ സ്പ്രെഡ് ആവുകയാണ്. എൻ്റെ സംശയം ശരിയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ഐസൻ തന്നെയാണ്. അവൻ ഹോളോ വേൾഡിലേക്ക് പോയി അവൻ്റെ എക്സ്പെരിമെന്റ് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവനിനി എന്താ ചെയ്യുക, എങ്ങനെ ബിഹേവ് ചെയ്യുക, ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന് ഒരു പ്രതിവിധി ഉണ്ടാക്കിയേ പറ്റൂ. വാമ്പയർ അറ്റാക്കിൽ ബ്ലഡും സോളും അതാണ് അവരുടെ ഉപകരണം. മനുഷ്യരുടെ ചോര കുടിച്ചും അവരുടെ സോളിനെ അബ്സോർബ് ചെയ്തുമാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സോ ഇച്ചിഗോ, നീ തീർച്ചയായിട്ടും റിയൽ വേൾഡിൽ നിന്റെ സമ്പത്തു അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചേ പറ്റൂ. അത് പഠിച്ചിട്ടില്ല എങ്കിൽ റിയൽ വേൾഡിനും നിനക്കും നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി മാറും. ആ വാമ്പയേഴ്സ് അവരെല്ലാ ഹ്യൂമൻസിനെയും നശിപ്പിച്ച് ഒരു ഹോലോ വേൾഡ് അതാക്കി തീർക്കും. ഉടനെ കണ്ണാടിപ്പയനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, മയൂരിയോട് ഫൈറ്റ് ചെയ്തതിനു ശേഷം ഞാനൊരു ഫോർബിഡൻ ടെക്നിക്ക് അത് സ്വായക്തമാക്കി പഠിച്ചിരുന്നു. അതുപയോഗിച്ച് എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, എൻ്റെ ക്വൻസി പവർ അതുപയോഗിച്ചും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും സാക്ഷാൽ ക്യാറ്റ് ലേഡി അവളിപ്പോ അവരുടെ ഇടയിലേക്ക് വരിക. അവളാണെങ്കിൽ അവൾ കണ്ട കാര്യവും ആ വാമ്പയർ ലേഡിയെ കുറിച്ചൊക്കെ നമ്മുടെ ആൾക്കാരെടുത്ത് പറയും. നമ്മുടെ സിറ്റി അതിപ്പോ വലിയ അപകടത്തിലാണ്, എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നവൾ ഉറഹറയോടും ഇച്ചിഗോയും ടീമിനോടും പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.